പ്രിൻസിന് എങ്ങനെ പിന്നെ കിട്ടിയത്? പ്രിൻസ് അത് ഓഡിഷൻ നടത്തി ചെയ്തത്. പ്രിൻസിനെ പറ്റി ഏതൊരു ഇന്റർവ്യൂല് ഞാൻ ചേട്ടൻ പറയുന്നത് കേട്ട് ഞാൻ എല്ലാ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കൂലെന്ന്. ആ പക്ഷെ ഒരു പെണ്ണുണ്ട് കൂടെ എപ്പോഴും. ഇതായിരിക്കണ്ടല്ലേ സുന്ദരനും സുമുഖനും ചുരുണ്ട മുടി നല്ല പ്രിൻസിനെ ചുണ്ടുകൾ. പറ്റി പറയുമ്പോ മാത്രമാണ് ചേട്ടൻ ഇത്ര വാചാലനായിട്ട് ഞാൻ അല്ലാതെ കണ്ടത്. പിന്നെ ആരെ He has a crush on Prince. ക്രഷ് ഒന്നുണ്ട്. ക്രഷ് പെൺകുട്ടികളെ പറ്റി പറയാറില്ലേ? പറയാറുണ്ട്. എപ്പോഴും അവര് പെൺകുട്ടികളെ പറ്റി മാത്രമേ പറയാറുള്ളൂ. നമ്മള് പെമ്പിള്ളാരെ പറ്റിയാണ് കൂടുതൽ കുറ്റാണെങ്കിൽ പറയാ നല്ലതാണ്. അല്ലേ? കുറ്റായിരിക്കും കുറച്ച് കൂടുതൽ പറയാം. അല്ല നല്ലത് കുറ്റമല്ല, നമുക്ക് നല്ല ഭയങ്കരമായിട്ട് ഭംഗിയുണ്ട്. നല്ല ഭംഗിയാവോ കാണുന്നതിന് ഭംഗിയാ. നല്ല രസാ, കണ്ണുകൾ രസാ, മൂക്കള് ആ രസാ കണ്ണ് എന്നൊക്കെ രസ പറയും. നല്ല അതുപോലെ ഷൈൻ ചേട്ടനും പറയുന്നു അല്ലേ? പറയുന്നു അത്രേ അതിനെന്താ ഉള്ളൂ. കുഴപ്പം? Yeah. അങ്ങനെ പ്രിൻസ് വരെയാണ് നമ്മള് പുതുമുഖമായിട്ട് അതെ. പിന്നെ അത് തല്ലുമാല. See, they're exchanging kisses. കിസ്സസാ? Yeah. ഇത് flying kiss. Yeah, flying kiss. ഇവിടെ നോക്കും മറ്റേ കുട്ടിയുടെ പോലെ ഇല്ലേ, പ്രിയങ്ക ചോപ്രയുടെ ഒരു അനിയത്തിയില്ലേ? പരിണിതി ചോപ്ര. Yeah. Did anybody tell them? First I am no. പിന്നെ പിന്നെ പുതുമുഖമല്ല വിനീത് മോഹൻ. അത് ആന പുതുമുഖമല്ലേ സാധു? അല്ല. വിനീതേട്ടൻ ആക്ച്വലി നമ്മുടെ അടികപ്പിയാറിനകത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് രണ്ടാമത്തെ പടം. പിന്നെ ശ്രീകാന്ത് വെട്ടിയാറുടെ ലുക്ക് കുറെ പേര് കമന്റിലൊക്കെ നോക്കണം. വാറുണ്ണി എന്ന് പറയുന്നുണ്ട്, കുറെ പേര് ഭദ്രൻ എന്ന് പറയുന്നുണ്ട്, പുട്ടുറുമീസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ക്യാരക്ടർ റെഫറൻസ് എടുത്തിട്ടാണോ ശരിക്കും ശ്രീകാന്ത് വെട്ടിയാറുടെ ക്യാരക്ടർ? അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഒരു ആദിവാസി മൂപ്പന്റെ മകനാണ്. അപ്പൊ അങ്ങനെ ഒരു ഇച്ചിരി കാട്ടിലെ മകൻ എന്നുള്ള ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ലുക്ക് ശരിക്കും വരച്ച പോലെ ഇല്ലേ? കാർട്ടൂൺ പോലെ ഉണ്ട്. കണ്ണുകൾ കണ്ടോ? See, I told you he has a special crush on Prince. അതെ സ്പെഷ്യൽ പ്രിൻസേ. ഓക്കെ, He is also blushing from there. ബ്രഷ് ചെയ്യാണ് നീ അവിടെ നിന്നിട്ട്? ഇപ്പോഴാണ് ബ്രഷ് ചെയ്യണം. Blush. ബ്ലഷ്. ബ്ലഷ്. ഓക്കെ, ഞാൻ എന്റെ ക്വസ്റ്റ്യൻ വരെ മറന്നു. എന്താ ചോദിച്ചത്? ആ പുതുമുഖങ്ങൾ. New faces. ന്യൂ ഫേസസ്. ആ ശ്രീകാന്ത് വെട്ടിയാർ. അതെ അതെ. ശ്രീകാന്ത് വെട്ടിയാർ. എല്ലാരും ചോദിക്കുന്നുണ്ട് പുട്ടുറുമീസ്, വാറുണ്ണി അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന്റെ എന്തെങ്കിലും ഒരു ഇല്ല അങ്ങനെ നോക്കിയില്ല. അങ്ങനത്തെ റെഫറൻസ് അല്ല. നമ്മൾ അങ്ങനത്തെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പിടിച്ചതാ. ഓക്കെ അങ്ങനെ എടുത്തതാണ്. നമ്മുടെ സിനിമയിൽ ഒരു അധോലോകം അധോലോകം ഉണ്ടോ നമ്മുടെ സിനിമയില്? ആ ഒരു സെറ്റപ്പ് ഒക്കെ നമ്മള് ജോൺ വിജയ് ഒരു അധോലോക നായകനാണ്. അവിടുത്തെ ഒരു ലോക്കൽ അണ്ടർവേൾഡ്. അവിടുത്തെ ഒരു അണ്ടർവേൾഡ്, ലോക്കൽ അണ്ടർവേൾഡ്. ഇപ്പൊ ഒരു കേരള തമിഴ്നാട് ബോർഡറിലുള്ള നടക്കുന്ന ഒരു സ്റ്റോറി. അവിടുത്തെ ഒരു പുള്ളി ഒരു തമിഴ് ക്യാരക്ടർ തന്നെയാണ്, ഗഞ്ചാ കറുപ്പ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. പുള്ളിയുടെ കഞ്ചാവല്ലേ, കറുപ്പ് എന്ന് പറഞ്ഞ ഓപ്പിയം. അതിന് അക്കാഡമിക്കലി നല്ല നോളജ് ഉണ്ട്. കുട്ടിയുടെ കൂടെ ഗോൾ അടിക്കുന്നു. ക്രിക്കറ്റ് കളിക്കുമ്പോഴാണ് ഗോൾ അടിക്കുന്നത്. അങ്ങനത്തെ അണ്ടർവേൾഡ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ കൂടുതൽ കഥയിലേക്ക് പോകുന്നില്ല. ഇപ്പൊ നമ്മുടെ ഷൈൻ ചേട്ടാ ഒരു അധോലോകം എന്തെങ്കിലും അങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് ഉണ്ടായാൽ നമ്മൾ അതിന് എന്ത് പേരിടുമായിരിക്കും? എന്തൊരു പേര്? നമ്മള് ലോകം എന്ന് വിളിക്കും. വെറുതെ ലോകം എന്ന് വിളിക്കും. നമ്മളെല്ലാം അധോലോകരല്ലേ, നമ്മളെല്ലാം കള്ളക്കടത്തും. പേരിനൊരു മാറ്റം ഉണ്ടാവും ഒരു ഡോണൊക്കെ ആവുമ്പോ. ഈ കള്ളക്കടത്തിനല്ലേ അധോലോകം എന്ന് പറയണ? കള്ളക്കടത്ത് നടത്തുന്നതന്നെ. നമ്മളിപ്പോ ഒരു സ്ഥലം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോ ആരാണ് സർക്കാർ പറഞ്ഞ രീതിയിൽ ഇവിടെ മുദ്രപത്രം റെഡിയാക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ടാക്സ് വെട്ടിക്കുന്നില്ലേ? ഉണ്ടാവും. എനിക്ക് അറിയാത്ത കാര്യത്തെ പറ്റി ഞാൻ എങ്ങനെ പറയും? അല്ല, ജനിച്ചിട്ട് 26 കൊല്ലായി. നമ്മളിപ്പോ ഒരു സ്ഥലം വാങ്ങാൻ വിചാരിക്കുക, 10 സെന്റ് അല്ലെങ്കിൽ 10 സെന്റ് വിൽക്കുകയാണ് വിചാരിക്കുക. ആ സ്ഥലത്തിന് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു എന്തുണ്ടാവും? വില. ആ വിലക്ക് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നുണ്ട് ആരെങ്കിലും? ഇല്ലായിരിക്കും. ഞാൻ ഒന്നും വിറ്റിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. അങ്ങനെയാണ് ചോദിച്ചോക്കെ. വാങ്ങുന്നുണ്ടോ? അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇവരാരും ചെയ്തിട്ടില്ല. കാരണം എല്ലാവരും അത് ചെയ്യണ കാരണേ. ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ടോ? ഞാൻ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് കിട്ടില്ല അങ്ങനെ ഒരു സ്ഥലവും, വിൽക്കാനും പറ്റൂല. അപ്പോ ടാക്സ് വെട്ടിക്കലാണോ അത്? അതെ. അപ്പൊ അത് കള്ളക്കടത്താ. നമ്മൾ വിഷയത്തിൽ നിന്ന് പോവുകയാണ്. വിഷയത്തിൽ തന്നെയാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കണം. അധോലോകം ഉണ്ടോന്നല്ലേ ചോദിച്ചത്? അധോലോകം എല്ലാവർക്കും അപ്പൊ അധോലോകം ഉണ്ട്. ലോകം കാണാത്തതിന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെയാണ് അധോലോകം എന്ന് പറയണത് അല്ലേ? ലോകത്തിന് അല്ലാതെ വേറൊരു ലോകം, അങ്ങനെ ഒരു ലോകം ഉണ്ട്. അതുകൊണ്ടാണല്ലോ ബ്ലാക്ക് മണി നിരോധിച്ചത്. അപ്പൊ ഉണ്ടായിരുന്നല്ലോ ഈ സാധനം ഇവിടെ. ഇത്രയും കാലം നമ്മൾ ബ്ലാക്ക് മണി വെച്ചിട്ടാണ് കളിച്ചിരുന്നത്. അത് നിരോധിക്കണമെങ്കിൽ അത് ഇവിടെ ഉണ്ടാവണ്ടേ? അത് തീർന്നാ ബ്ലാക്ക് മണി? തീർന്നിട്ടുണ്ടാവില്ല. ഇല്ല. അപ്പൊ അതും അറിയാം. അപ്പൊ അതന്നെ അധോലോകം.
ഓക്കെ, നമ്മുടെ ഇതിനകത്ത് ഒരു മെൻസ് ഹോസ്റ്റൽ ഉണ്ട്. അപ്പം ഇപ്പോഴും മെൻസ് ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മുടെ ഈ സിനിമയിലുണ്ടോ? വേറെ ആരെങ്കിലും കയറുന്നുണ്ടോ ഇതിനകത്തും? ഇല്ല അങ്ങനൊന്നും ഇല്ല. ഇത് കോളേജും എന്താ പറയുക, എഞ്ചിനീയറിംഗ് കോളേജ് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതിന് ഹോസ്റ്റലിൽ ചെറിയൊരു റെഫറൻസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ. വേറെ കോളേജിൽ ഭയങ്കര അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അടിയുണ്ടാക്കാൻ ഇല്ല. ഇവര് അടി ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നല്ല, ഞങ്ങള് പാവങ്ങളായിരുന്നു. പ്രേത കഥകൾ ഉണ്ടാക്കുന്ന ആൾക്കാര്. പ്രേതകഥകൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയാണോ ഫസ്റ്റ് പടം അതല്ലേ ഇവരുടെ? അടികപ്പേര് ശരിക്കും ഒറിജിനൽ ഇവരുണ്ടാക്കിയ കഥ. അനുഭവത്തിൽ നിന്നാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആണോ? ആ പെൺകുട്ടീനെ കയറ്റിയത് ഒഴിച്ച് ബാക്കിയൊക്കെ ഇവര് ഉണ്ടാക്കിയതാ. ആ ചെടിച്ചട്ടി ആണോ? അല്ല, അത് കോളേജ് ലൈഫില് പ്രത്യേകിച്ച് ഹോസ്റ്റൽ ലൈഫിൽ നിന്ന് കിട്ടിയ ത്രെഡാണ്. അപ്പൊ ആ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ച് കാണിച്ചിട്ടുള്ള പല സീക്വൻസുകളും, പ്രത്യേകിച്ച് ലാസ്റ്റിലത്തെ ഓജോ ബോർഡ് സീക്വൻസും കാര്യങ്ങളൊക്കെ ഞങ്ങള് കോളേജിൽ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോ മറ്റു കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ. പരിപാടികളാണ്. അതിന്റെ മെയിൻ ആളതാണ്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇതുപോലെ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ Ghost, yeah. in the hostel. That they Did you see real that? life. It was a hit, no? Yeah, അടികപ്പിയാരെ I കൂട്ടം. That's am yet real to life. watch it. Watch. No. I'm yet to see the movie. Watch the movie. അപ്പോൾ അവിടുത്തെ ഞങ്ങള് അന്ന് ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഞങ്ങള് കളിച്ചു ഇതുപോലെ ഓജോ ബോർഡ് ഇതുപോലെ നമ്മൾ ഫേക്ക് ആയിട്ട് കളിച്ച് യക്ഷി പ്രേതം ഹോസ്റ്റലിൽ വന്നു എന്നുള്ള രീതിയിൽ നമ്മളൊരു അതിനൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു. സിനിമയെ കാണിച്ചതുപോലെ നമ്മൾ ഒരാളിരുന്ന് കളിക്കുന്നു, ബാക്കിയുള്ളവർ ഞങ്ങൾ 4-5 പേര് ഇതുപോലെ ചുറ്റും കിടന്ന് ചോര തെറിപ്പിക്കുന്നു, വെള്ളം ചീറ്റുന്നു, വാഴ വെട്ടിയിടുന്നു. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ സിറിഞ്ചിനകത്ത് ഈ കോഴിയുടെയും ചോര നമ്മൾ വാങ്ങിച്ച് സൈക്കോ ആണല്ലേ. ഫസ്റ്റ് ഇയർ വന്നപ്പോ തിളച്ചിരിക്കുന്ന പ്രായമാണല്ലോ നമ്മള്. ഫസ്റ്റ് ഇയറിൽ വന്നിട്ട് തേർഡ് ഇയേഴ്സിനെയാണ് പേടിപ്പിക്കുന്നത്. അപ്പൊ ഇവര് തേർഡ് ഇയറിൽ എന്തായിരിക്കും ചെയ്തെന്ന് മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് സ്വയം അല്ല മലയാളം മനസ്സിലായി ഒരു ഇന്റർവ്യൂ എന്തോ എങ്ങനെയൊക്കെ സ്വയം എങ്ങനെ എന്റർടൈൻ ചെയ്യാന്ന് നോക്കി നടക്കുന്ന കുറച്ച് ടീംസ് ആയിരുന്നു ഞങ്ങള്. ഈ മറ്റുള്ളവരെ പേടിപ്പിച്ചിട്ടാണോ സൈക്കോ ഡയറക്ടർ താങ്കൾ എന്റർടൈൻമെന്റ് കണ്ടെത്തുന്നത്? അതൊരു സുഖല്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ ഞാനുണ്ട്, ജമീനാണ് മെയിൻ ആള്. പിന്നെ ടീനി, അലക്സ്, സജിത്ത്, മോഹൻ, സഞ്ജയ് ഇല്ല, സഞ്ജയ് +2 പിന്നെ അച്ചു എന്നൊക്കെ പറഞ്ഞ അച്ചു തൃശങ്കുവിന്റെ ഡയറക്ടർ ഉണ്ട്. അമിതയുടെ ക്യാരക്ടർ ചെയ്താരാ? അതില്ലായിരുന്നു. പെണ്ണിനെ കേറ്റിയില്ലെന്ന്. അത് ഭാവന, അത് ഇമാജിനേഷൻ. പെണ്ണിന്റെ പേര് കിട്ടി. ഭാവന, നമിതയല്ല, അത് ഭാവന. ഭാവന Bhavna is an actress. മാറിപ്പോയി. ആ ഭാവനയല്ല ഇത്, ഭാവന. ഭാവന Expression. അതെ, ഒളിപ്പിച്ച് അങ്ങനെ ഒരു പെണ്ണില്ല, കറക്റ്റ് വീണു. അങ്ങനെ ഒരു പെണ്ണില്ല, ഇതെന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഓജോ ബോർഡ് കളിക്കുക, അപ്പൊ അങ്ങനെ ഫേക്ക് ആയിട്ടിരുന്ന് കളിക്കുന്നു. അലക്സ് എന്ന് പിന്നെ അങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ അലക്സ് എന്ന് പറഞ്ഞാൽ കളിക്കുന്നത്, കളിച്ചിട്ട് അവൻ ആവേശം മൂത്ത് അവൻ തന്നെ ബ്ലേഡ് കൊണ്ട് മുറിച്ച് ചോര എടുത്ത് കണ്ണി തേച്ച് ആ രീതിയിലൊക്കെ പേടിപ്പിക്കുകയും അങ്ങനെ ഹോസ്റ്റൽ മൊത്തം ഒരു ഹോണ്ടഡ് ഹോസ്റ്റൽ പ്രേതബാധയായി. കേട്ടോ ഷൈൻ ചേട്ടാ? ഞാൻ അതൊന്നും കേൾക്കില്ല, എനിക്ക് പ്രേതം എന്ന് പറഞ്ഞ ആളെ പേടിയാ.